ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ഒടുവിൽ വിവാദ പരാമർശങ്ങളിന്മേൽ നരേന്ദ്രമോദിയുടെ വിശദീകരണം വന്നു. വിഭാഗീയത ഉണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടെന്ന് തോന്നിപ്പിച്ച പ്രസംഗങ്ങളിന്മേലാണ് വിശദീകരണം വന്നത്. 4 ഘട്ടങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് തന്റെ പ്രസംഗങ്ങളെ വെള്ളപൂശി പ്രധാനമന്ത്രി രംഗത്തെത്തിയത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹിന്ദു മുസ്ലിം പരാമർശം താൻ നടത്തിയിട്ടില്ലെന്ന് മോദി വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു പരാമർശം തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നാണ് മോദി പറഞ്ഞത്. അടുത്ത ഘട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ കൂടി വേണമെന്ന തിരിച്ചറിവാണോ ഈ വിശദീകരണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. മുസ്ലിങ്ങൾക്കെതിരെയല്ല, എല്ലാ ദരിദ്ര കുടുംബങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവാദമായ നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ തുടങ്ങിയ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. ഹിന്ദു മുസ്ലിം എന്ന തരത്തിൽ തരംതിരിക്കുന്നവർ പൊതുപ്രവർത്തനത്തിന് യോഗ്യരല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. താൻ മുസ്ലിങ്ങളോടുള്ള സ്നേഹം വിപണനം ചെയ്യുന്നില്ല, വോട്ട് ബാങ്കിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്നതിലാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ കുട്ടികളുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അതെല്ലാം മുസ്ലിങ്ങളെക്കുറിച്ചാണെന്ന് അനുമാനിക്കാൻ ആരാണ് പറഞ്ഞതെന്നും നരേന്ദ്രമോദി ചോദിച്ചു. എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെല്ലാം കൂടുതൽ കുട്ടികളുണ്ട്. താൻ ഹിന്ദുവോ മുസ്ലിമോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരാൾക്ക് എത്ര മക്കളുണ്ടോ അവരെ പരിപാലിക്കാൻ കഴിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം സർക്കാരിന്റെ ചുമലിൽ ഇടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞതെന്നും മോദി വ്യക്തമാക്കി. താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായ ഗോത്ര കലാപം എതിരാളികൾ തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനായി മുസ്ലിങ്ങൾക്കിടയിൽ ഉപയോഗിച്ചുവെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങൾ തനിക്കു വേണ്ടി വോട്ട് ചെയ്യുമെന്നും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞല്ല ഓരോ ദിവസവും പ്രവർത്തിക്കുന്നതെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അർഹതയില്ലെന്നും അന്ന് പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. Energize the lion in you. Black Simba.